ഹായ്. കുറേ നാളത്തെ ആഗ്രഹമാണ് പോർക്ക് ഒന്ന് ഗ്രില്ല് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ജെയിംസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഫിൻലൻഡിൽ വെച്ച് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ ജെത്തിൻ. ഞാൻ ടീന. വെൽക്കം ടു ഡ്രൈവ് ഡെലീഷ്യസ്. പുറത്ത് അടുപ്പ് കൂട്ടി ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അതിന് കാലാവസ്ഥ അനുകൂലമാകുമോ എന്നറിയത്തില്ല. ഇന്ന് ഭയങ്കര മഴയുള്ള ദിവസമാണെന്ന് തോന്നുന്നു. നല്ലപോലെ ഇരുണ്ട് വരുന്നുണ്ട്. ആദ്യം നമുക്കതിൻ്റെ മസാലയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം, 2-3 മണിക്കൂർ. അത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അരപ്പിന് വേണ്ടി ആദ്യം അരച്ചെടുക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ആദ്യം നമുക്ക് ചുട്ട വറ്റൽമുളകിൽ തുടങ്ങാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഓൾ സ്പൈസിൻ്റെ ഇലയും ഒന്ന് അരച്ചെടുക്കാം. അടുത്തതായി ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതിന് ശേഷം നമുക്ക് പൊടികളിടാം ഇതിലേക്ക്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി. കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് നമ്മൾ കല്ലേൽ അരച്ച അരപ്പും കുറച്ച് തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത പോർക്ക് ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്കാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെച്ചു. നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്രില്ല് ചെയ്യാം. ഓവർനൈറ്റൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള ടൈമില്ല. ഞാൻ പെട്ടെന്ന് അങ്ങ് എടുക്കുമായിരുന്നു. മഴ വരുന്നുണ്ട്. നമ്മൾ പോർക്ക് മാത്രമല്ല ഗ്രില്ല് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഞാൻ ഇന്ന് കട്ടിംഗ് ബോർഡല്ല എടുത്തേക്കുന്നത്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാണ് അടച്ചൂറ്റി. പണ്ട് കാലത്തൊക്കെ നമ്മൾ ചോറ് വാർക്കാൻ ഉപയോഗിക്കുന്ന സാധനമായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കുന്ന വീട്ടിലേക്ക്. അപ്പം നമുക്ക് ഗ്രില്ലിനുള്ള സാധനം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ മഴ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നത് കാരണം നമുക്കിന്ന് അകത്ത് പോയി ഗ്രില്ല് ചെയ്യാം. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. വാ, കണ്ടിട്ട് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. വാ, കൊതിയാവുന്നു. ടേസ്റ്റ് നോക്കണം. തക്കാളി, നല്ലതാണോ? വെജിറ്റബിൾ ഗ്രില്ല് ചെയ്യാം.
അയ്യോ, ഇത്രയും വർഷമായിട്ട് ഇങ്ങനൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ. കിടിലം. ഇതുണ്ടോ, പീസ് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, തൊട്ടാൽ തന്നെ അന്നേരം അതങ്ങ് വിട്ട് പോരും. ഈ പോർക്കിൻ്റെ പീസ് ഇത്രയും സോഫ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നല്ല ജ്യൂസിയാണ്. എനിക്ക് ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് ചിക്കനേക്കാളും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്ര നാളായിട്ട് ഇങ്ങനൊരു സംഭവം ട്രൈ ചെയ്തല്ലോ. നമുക്കിനി ഇതിൻ്റെ വെളിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നിങ്ങൾ വെളിയിൽ ചെയ്യാനായിരുന്നു പ്ലാൻ, പക്ഷേ മഴ കണ്ടില്ലേ, ഇപ്പോഴിങ്ങനെ ഇരുണ്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് വരും പോവും. ഇപ്പം നമ്മൾ ആ മസാല അരച്ചപ്പോഴൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. മസാല ശരിക്കും നമ്മുടെ കല്ലിലിട്ട് ഇടിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മുടെ ഇടിയൊരല്ലേ ചെറിയ നമ്മൾ സാധാരണ ചെയ്യുന്നത്. മഴയായോണ്ടാ നമ്മള് വീട്ടിലെ കല്ലിൽ അരച്ചത്. പക്ഷെ നല്ലപോലെ അരഞ്ഞു. ശരിക്കും അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് ഇതിന്. നമ്മളാ വറ്റൽമുളക് ചുട്ടരച്ചതും കറിവേപ്പിലയും കുരുമുളകും എല്ലാം കൂടെ അല്ലേ, നല്ലൊരു അരപ്പായിരുന്നത്. അതിൻ്റെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ആ മാരിനേഷൻ നല്ലപോലെ കയറിയിട്ടുണ്ട് അകത്തോട്ട്. അതാ ഇത്രയും ടേസ്റ്റി ആയത്. അടിപൊളി, കിടിലം. പിന്നെ സോസ് നിങ്ങൾ ഗ്രില്ല് ചെയ്യുമ്പോൾ സോസ് ഇല്ലാതെ ഗ്രില്ല് ചെയ്താലും നല്ല ടേസ്റ്റാണ്. പക്ഷേ സോസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കിടിലൻ ടേസ്റ്റാണ്. ആ സോസ് എങ്ങനെ ഉണ്ടാക്കി? അത് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിക്കുക, പിന്നെ കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് വിനീഗർ, അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്റ്റേർഡ് പൗഡറും സ്വല്പം പഞ്ചസാരയും കൂടിയിട്ട് നമ്മുടെ സോസ് തിളപ്പിച്ചെടുക്കണം. അപ്പം നല്ല അടിപൊളി സോസ് റെഡി. നിങ്ങളെല്ലാവരും പോർക്ക് ബാർബിക്യൂ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. DD ഗ്യാരണ്ടി. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും കാണാം. ബെല്ലടിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ബൈ. കാലാവസ്ഥ അനുകൂലമാവുക, പള്ളിപ്പെരുന്നാളിനൊക്കെ കേൾക്കുന്ന കാലാവസ്ഥ അനുകൂലമാകുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം.